സഹകരണ ബാങ്കും മാസപ്പടിയും ബസ്സിലെ മെമ്മറി കാർഡും ഒക്കെ കൂടിക്കൊഴിഞ്ഞ വിവാദങ്ങൾക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പിന് ശേഷം എത്തിയ കുഴിനക ചികിത്സയും ഇടതുമുന്നണിയിൽ കല്ലുകടിയാകുന്നു. തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ അപക്വമായ പെരുമാറ്റത്തിനെതിരെ പ്രതികരിച്ചത് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലാണ്. ഈ പ്രതികരണത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി വിഷയത്തിൽ CPI കടുത്ത അമർഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. CPM നേതൃത്വത്തെ ഇക്കാര്യം CPI അറിയിച്ചിട്ടുണ്ട്. ഇതോടെ കുഴിനക ചികിത്സാ വിവാദം തുടരുമെന്ന് ഉറപ്പായി. നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ കളക്ടറേറ്റുകളിലേക്ക് ജോയിന്റ് കൗൺസിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സിവിൽ സർവീസിലെ ചില നെറുകേടുകൾക്കെതിരെയാണ് പോരാട്ടമെന്നാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ പറയുന്നത്. കളക്ടർക്കെതിരെ നിരവധി പരാതികളുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പോലും കസേര നൽകാതെ കളക്ടർ നിർത്താറുണ്ടെന്നും കല്ലിങ്കൽ ആരോപിക്കുന്നു. എന്നാൽ വിഷയത്തിൽ CPM പ്രതികരിക്കുക എങ്ങനെയാവുമെന്ന് കണ്ടറിയണം. കാരണം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPI ആണ്. അവരുടെ ചുമതലയിലുള്ള കളക്ടറെ നിലയ്ക്ക് നിർത്താൻ CPIക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാകും CPM ഉയർത്തുകയെന്നാണ് സൂചന. കുഴിനക ചികിത്സയ്ക്ക് സർക്കാർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിൻ്റെ നടപടിക്കെതിരെ ചാനൽ ചർച്ചയിൽ സംസാരിച്ചതിനാണ് ജയചന്ദ്രനെതിരെ നോട്ടീസ് നൽകിയത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ വീട്ടിൽ വിളിച്ചു വരുത്തിയ കളക്ടറുടെ നടപടിക്കെതിരെ KGMOA പ്രതിഷേധവുമായി എത്തിയതിന് പിന്നാലെയാണ് ചാനൽ ചർച്ചയിൽ ജയചന്ദ്രൻ വിമർശിച്ചത്. റവന്യൂ വകുപ്പിൽ തഹസീൽദാർ കൂടിയായ ജയചന്ദ്രൻ കല്ലിങ്കലിന് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. എന്നാൽ കളക്ടറുടെ കുഴിനക ചികിത്സയെക്കുറിച്ച് നോട്ടീസിൽ ഒരു വാക്കുപോലും പരാമർശിച്ചിട്ടില്ല. വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറെ വിമർശിച്ചത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാണ് നോട്ടീസിൽ പറയുന്നത്. റവന്യൂ വകുപ്പ് മന്ത്രി CPIയുടെ K രാജനാണ്. രാജനോട് പോലും ചോദിക്കാതെയാണ് ഈ നടപടി. ഇതും CPI ചൊടിപ്പിച്ചിട്ടുണ്ട്. സർവീസ് ചട്ടത്തിൻ്റെ ലംഘനമാണെന്നും റവന്യൂ വകുപ്പിൻ്റെ ആകെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേറ്റെന്നും കളക്ടറുടെ പരിശുദ്ധിയെ മോശം വാക്കുപയോഗിച്ച് കളങ്കപ്പെടുത്തിയെന്നുമാണ് നോട്ടീസിൽ പറയുന്നത്. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങിയിട്ടില്ലെന്നതാണ് മറ്റൊരു കാരണമായി പറയുന്നത്. 15 ദിവസത്തിനകം മറുപടി നൽകണമെന്നും അല്ലാത്തപക്ഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. എന്നാൽ കളക്ടറുടെ വിഷയത്തിൽ സംഘടനയ്ക്ക് വ്യക്തമായ നിലപാടുണ്ടെന്നും അതനുസരിച്ചാണ് പ്രതികരിച്ചതെന്നും ജയചന്ദ്രൻ കല്ലിങ്കൽ പറയുന്നു. വ്യക്തിപരമായി കളക്ടറുടെ പേരെടുത്തു പറഞ്ഞ് ചർച്ചയിൽ വിമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കളക്ടർ കുഴിനക ചികിത്സയ്ക്കായി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ സംഭവം ബുധനാഴ്ചയാണ് പുറത്തറിയുന്നത്. കളക്ടറുടെ നടപടിക്കെതിരെ KGMOA ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരാതിയും നൽകിയിരുന്നു.